കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ഉണ്ടായ അക്രമത്തിൽ 5 KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. KSU പ്രവർത്തകരായ ഗോപു നെയ്യാർ, നിഹാൽ, ആശിഷ്, സൈദാലി, അമീന എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇതിനു പുറമെ കണ്ടാൽ അറിയുന്ന 200 പേർക്കെതിരെയും കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സുലേഖ, സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ അക്രമം നടത്തി അലങ്കോലമുണ്ടാക്കുക എന്ന രീതി തന്നെയാണ് ഇന്നലെ തിരുവനന്തപുരത്തും KSU പ്രയോഗിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസ്. ഇപ്പോൾ എന്താണ് പോലീസ് നൽകുന്ന മറ്റു വിവരങ്ങൾ? നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ അക്രമം ഉണ്ടാക്കി ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് പലയിടങ്ങളിലും കേരള സർവകലാശാലയ്ക്ക് പുറമെ മറ്റെല്ലാ ഇടങ്ങളിലും ഇത്തരത്തിൽ കേസ് സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത്. അത്തരത്തിൽ തന്നെയായിരുന്നു ഇന്നലെ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തും KSU സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത്. വളരെ സമാധാനപരമായി ഒരു വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടയിലാണ് KSU മനഃപൂർവ്വം ഒരു അക്രമം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് അത്തരത്തിലൊരു അക്രമം SFI പ്രവർത്തകർക്ക് നേരെ നടത്തിയത്. ഇതിൽ നിലവിൽ 5 KSU പ്രവർത്തകർക്ക് എതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗോപു നെയ്യാർ, നിഹാൽ, ആശിഷ്, സൈദാലി, അമീന എന്നിവരാണ് KSU പ്രവർത്തകരായ 5 പേർ, പേര് പറയുന്ന 5 പേർ. അതിനൊപ്പം തന്നെ ഈ കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെയും ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വലിയ രീതിയിൽ തന്നെ ഉള്ളൊരു അക്രമമായിരുന്നു ഇന്നലെ SFI പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദിനടക്കം ഏതായാലും തിരുവനന്തപുരത്ത് KSU നടത്തിയ അക്രമത്തിൽ 5 KSU പ്രവർത്തകർക്ക് നേരെ കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെയും കേസെടുത്തു.